ഫ്രണ്ട്സ്, റൂബീസ് യൂണിക് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന ഒരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പം മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നോക്കാം. നമുക്ക് 2 കിലോ ചൂരമീനാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരപ്പ് പുരട്ടി നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. കൂടാതെ കുറച്ച് ഒരു 150 ഗ്രാം വീതം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇത് ഇത്രയും നല്ലപോലെ ചെറുതായിട്ട് എടുത്ത് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. നമ്മൾ മീൻ വറുത്ത് കോരിയ ആ എണ്ണയിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ഇത്രയും സാധനമായിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. നല്ലതുപോലെ മൂത്ത് കിട്ടണം അത്. ആ ചട്ടിയിലോട്ട്, ചൂടായിട്ടിരിക്കുന്ന ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് കടുകും ഉലുവായും കൂടെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ വറുത്ത് കയറി വെച്ചിരിക്കുന്ന പകുതി നമ്മുടെ പച്ചമുളക്, ഇഞ്ചിയുടെ എല്ലാം കൂടെ ഉള്ള അത് ഒരു ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക. പകുതി നമ്മൾ ചൂടാക്കിയിരിക്കുന്ന ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും ആ കൂടത്തിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും അതിൻ്റെ മിശ്രിതവും കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകളായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും, കുറച്ച് ഉലുവാപ്പൊടിയും, ഒരു 2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിയും ആവശ്യമുണ്ട്. ഇത്രയും സാധനം നമ്മളെടുത്ത് മാറ്റി വെച്ച് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സിലോട്ട് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. മീനും കൂടെ ചേർത്ത് നല്ലതുപോലെ അരപ്പിൽ പിടിപ്പിച്ച് മീൻ നല്ലതുപോലെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ചെറു തീയിൽ നമുക്കത് വേവിക്കാൻ വെക്കണം. വെള്ളമൊന്നും ഒഴിക്കല്ല, ആ ചെറിയ ഇതിൽ നിന്ന് തന്നെ വരും. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു 3 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണ, കുറച്ച് വെള്ളം, കുറച്ച് നമ്മുടെ ശർക്കര ഇത്രയിട്ട് നമുക്ക് ചൂടാക്കി ആ വെള്ളം അച്ചാറും ഇതും നല്ലതുപോലെ തണുത്ത് വരുമ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വിനാഗിരി ഇവിടെ ശരിയായിട്ടുണ്ട് മീനച്ചാർ. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഓക്കെ, ബൈ.